ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഈഗിൾ ലേണിംഗ്. ഇലക്ട്രോ കെമിസ്ട്രി വളരെ ഇമ്പോർട്ടൻറ്റ്, ഓണം എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഇലക്ട്രോ കെമിസ്ട്രി അല്ലേ. ഒരുപാട് മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ചാപ്റ്ററാണ് ഇലക്ട്രോ കെമിസ്ട്രി. അതിലെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമുക്ക് എന്നും തലവേദനയാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇലക്ട്രോ കെമിസ്ട്രിയിലെ എല്ലാ ടൈപ്പ് ന്യൂമറിക്കൽസും നമ്മൾ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ തുടങ്ങാം കോളറേഷൻ ലോ ആയിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം. ഒരു പക്ഷേ ഇതില്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാൻ പറ്റും. കോളറേഷൻ ലോ ആയിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ഇല്ലാതെ ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ നോക്കുകയാണ്, സോഡിയം അസറ്റേറ്റിൻ്റെ ഇൻഫിനിറ്റ് ഡയലൂഷൻ അഥവാ സീറോ കോൺസെൻട്രേഷനിലെ മോളാർ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്. HCl മോളാർ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്. NaCl മോളാർ കണ്ടക്ടിവിറ്റിയും അവർ തന്നിട്ടുണ്ട്. അതായത് സോഡിയം അസറ്റേറ്റിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി 91 ആണ്. HCl ഇൻഫിനിറ്റ് ഡയലൂഷനിലെ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ 425.9 ആണ്. അതുപോലെ തന്നെ NaCl സീറോ കോൺസെൻട്രേഷനിലെ മോളാർ കണ്ടക്ടിവിറ്റി 126.4 ആണ്. നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അസറ്റിക് ആസിഡിൻ്റെ, മക്കൾ നോക്കിയോ, അസറ്റിക് ആസിഡിൻ്റെ ഇൻഫിനൈറ്റ് ഡയലൂഷൻ അഥവാ സീറോ കോൺസെൻട്രേഷനിലെ മോളാർ കണ്ടക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. റെഡിയല്ലേ? അസറ്റിക് ആസിഡിൻ്റെ സീറോ കോൺസെൻട്രേഷനിലെ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അസറ്റേറ്റ് അയോണിൻ്റെ കണ്ടക്ടിവിറ്റി പ്ലസ് H+ അയോണിൻ്റെ കണ്ടക്ടിവിറ്റി ആണടാ അല്ലേ. അസറ്റേറ്റ് അയോണിൻ്റെ കണ്ടക്ടിവിറ്റി പ്ലസ് ആരാ, H+ അയോണിൻ്റെ സീറോ കോൺസെൻട്രേഷനിലെ കണ്ടക്ടിവിറ്റി ആണ്. അസറ്റിക് ആസിഡിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അസറ്റിക് ആസിഡിൻ്റെ സീറോ കോൺസെൻട്രേഷനിലെ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അസറ്റേറ്റ് അയോണിൻ്റെ കണ്ടക്ടിവിറ്റി പ്ലസ് H+ അയോണിൻ്റെ കണ്ടക്ടിവിറ്റി ആണ്. ഈ തന്നിരിക്കുന്ന മൂന്ന് ഡാറ്റ വെച്ച് അസറ്റിക് ആസിഡിൻ്റെ സീറോ കോൺസെൻട്രേഷനിലെ മോളാർ കണ്ടക്ടിവിറ്റി കാണണം. നമ്മൾ ഇതാ നോക്കൂ, നമ്മൾ നോക്കുക അസറ്റേറ്റ് അയോൺ എവിടെയാണുള്ളത് നോക്കുക. അസറ്റേറ്റ് അയോൺ നമുക്ക് ഇവിടെയുള്ളത്, ഇതെവിടെയാണ് അസറ്റേറ്റ് അയോൺ ഉള്ളത്? അസറ്റേറ്റ് അയോൺ റെഡി അല്ലേ? യെസ്. H+ അയോൺ എവിടെയുള്ളത്? H+ അയോൺ എവിടെയുള്ളത്? ഇത് രണ്ടും ആഡ് ചെയ്യുന്ന സമയത്ത് അസറ്റിക് ആസിഡ് കിട്ടും. മക്കൾ നോക്കേണ്ടത് ഇവരെ തമ്മിൽ ആഡ് ചെയ്താൽ ഇവരെ തമ്മിൽ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? HCl ആണിത്. ഈ അസറ്റിക് ആസിഡും അസറ്റേറ്റ് അയോണും H+ ആഡ് ചെയ്താൽ അസറ്റിക് ആസിഡിൻ്റെ സീറോ കോൺസെൻട്രേഷനിൽ മോളാർ കണ്ടക്ടിവിറ്റി കിട്ടും. റെഡിയാണേ? നമ്മൾ നോക്കുക, ഇത് രണ്ടും ഈ രണ്ട് ഡാറ്റകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അസറ്റിക് ആസിഡിൻ്റെ സീറോ കോൺസെൻട്രേഷനിൽ മോളാർ കണ്ടക്ടിവിറ്റി കിട്ടും. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവർ തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ആര് വരും? Na+ വരും, Cl- വരും അല്ലേ. ഈ രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്താൽ അസറ്റിക് ആസിഡിൻ്റെ സീറോ കോൺസെൻട്രേഷനിലെ മോളാർ കണ്ടക്ടിവിറ്റി കിട്ടും. പക്ഷേ ഇവർ തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ വരുന്ന ആരൊക്കെയാ? Na+ഉം Cl-ഉം. അത് പോകണമെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? അത് പോകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ മൂന്നാമത്തെ ഇക്വേഷൻ അങ്ങ് മൈനസ് ചെയ്യുക. അതായത് അസറ്റിക് ആസിഡിൻ്റെ സീറോ കോൺസെൻട്രേഷനിലെ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ 1+2 - 3 ചെയ്താൽ മതി. ക്ലിയർ ആണ്? 1 എത്രയാ? 1 91 ആണ്. 1 എത്രയാ? 91. 2 എത്രയാ? 425.9 ആണ്. ക്ലിയർ? ഇത് രണ്ടും ആഡ് ചെയ്യുക, എന്നിട്ട് ആരെ മൈനസ് ചെയ്യുക? 126.4 മൈനസ് ചെയ്താൽ ആൻസർ കിട്ടുക 390.5 സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. അപ്പോൾ ആൻസർ എത്ര കിട്ടുക? 390.5 സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് എന്ന വാല്യൂ കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. അസറ്റേറ്റ് അയോണിൻ്റെ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്, HCl കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്, NaCl കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്. അസറ്റിക് ആസിഡിൻ്റെ സീറോ കോൺസെൻട്രേഷനിലെ മോളാർ കണ്ടക്ടിവിറ്റി കാണാൻ പറഞ്ഞിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അസറ്റേറ്റ് അയോൺ ഒന്നാമത്തെ ഇക്വേഷനാണുള്ളത്, H+ അയോൺ രണ്ടാമത്തെ ഇക്വേഷനാണുള്ളത്. ഇവർ തമ്മിൽ ആഡ് ചെയ്താൽ അസറ്റിക് ആസിഡ് കിട്ടി. അപ്പോൾ എക്സ്ട്രാ വരുന്നത് NaCl ആണ്. അത് പോകാൻ മൂന്നാമത്തെ ഇക്വേഷൻ അങ്ങ് മൈനസ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? അപ്പോൾ 1+2 - 3 ചെയ്തപ്പം 91 + 425.9 - 126.4 ചെയ്താൽ ഇറ്റ്സ് 390.5 സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് ആണ് യൂണിറ്റ്. ക്ലിയർ അല്ലേ? അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. എല്ലാ ടൈപ്പ് പ്രോബ്ലം നമ്മൾ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് പ്രോബ്ലത്തിലേക്ക് പോകാം. മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് 1.5 മോളാർ സൊല്യൂഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ഫൗണ്ട് ടു ബി 138.9. Calculates its conductivity.
മോളാർ കണ്ടക്ടിവിറ്റിയും റിലേറ്റ് ചെയ്യുന്നൊരു ഇക്വേഷൻ ഉണ്ട്. മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ എം ഈസ് ഈക്വൽ ടു 1000 K/molarity. മോളാർ കണ്ടക്ടിവിറ്റിയും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ലാംഡ എം ഈസ് ഈക്വൽ ടു 1000 K/molarity. ക്ലിയർ അല്ലേ? നമുക്കിവിടെ എന്താ കാണേണ്ടത്? കെ ആണ് കാണേണ്ടത്. നമുക്ക് കാണേണ്ടത് കെ ആണ്. കെ അവിടെ വയ്ക്കുക. അതായത് ഇവിടെ ഡിവൈഡ് ചെയ്ത എം ഇവിടെ വന്നാൽ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്ത് ചെയ്യും? ലാംഡ എം ഇൻറ്റു എം ഈക്വൽ ടു 1000 ഇൻറ്റു കെ ആണ്. നമുക്ക് എന്താ കാണേണ്ടത്? കെ കാണണം. കെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ കെ അവിടെ വയ്ക്കുക. കെ ഇതാ ഇവിടെ വെച്ചു. കെ ഈസ് ഈക്വൽ ടു ലാംഡ എം ഇൻറ്റു എം ബൈ 1000 ആണ്. ലാംഡ എം എത്രയാണെന്ന് മക്കൾ നോക്കുക. ലാംഡ എം ഈസ് ഈക്വൽ ടു 138.9 ആണ്. 138.9. മൊളാരിറ്റി എം ഈസ് ഈക്വൽ 1.5 ആണ്. ക്ലിയർ അല്ലേ? ദെൻ ഡിവൈഡഡ് ബൈ 1000. ദാറ്റ്സ് ഈക്വൽ ടു കെ. ഇതല്ലേ കെ? അപ്പോൾ കെ ഈസ് ഈക്വൽ ടു എബൌട്ട് 0.20 സീമൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. സീമൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? യെസ്. അപ്പം ഇത്രയാണ് കിട്ടുക. 130 ലിസൺ ലാംഡ എം ഈസിക്കൽ. നമ്മളോട് കെ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. കെ കണ്ടക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. കണ്ടക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ കണ്ടക്ടിവിറ്റിയും മോളാർ കണ്ടക്ടിവിറ്റിയും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ലാംഡ എം ഈസിക്കൽ 1000 K/molarity. നമുക്ക് കെ കാൽക്കുലേറ്റ് ചെയ്യണം. കെ ഇതാ ഇവിടെ വെച്ചു. ഇവിടെ ഡിവൈഡ് ചെയ്ത എം ഇവിടെ വന്നാൽ മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ മൾട്ടിപ്ലൈ 1000 ഇവിടെ വന്നാൽ ഡിവൈഡ് ചെയ്തു. ക്ലിയർ അല്ലേ? അപ്പോൾ 138.9 ഇൻറ്റു 1.5 ഡിവൈഡ് ബൈ 1000 ഈക്വൽ ടു കെ ആണ്. കെ ഈസ് ഈക്വൽ 0.2083 ആണ്. ഞാൻ 0.20 സീമൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ക്ലിയർ? റൈറ്റ്. അടുത്ത് നെക്സ്റ്റ് പ്രോബ്ലം. ദ റെസിസ്റ്റൻസ് ആൻഡ് കണ്ടക്ടിവിറ്റി ഓഫ് സെൽ കണ്ടെയ്നിങ് 0.001 molar KCl solution at 298 Kelvin is 1501.46 into 10 raised to minus 4 Siemens centimeter inverse respectively. What is the cell constant? അപ്പോൾ സെൽ കോൺസ്റ്റന്റ്, കണ്ടക്ടിവിറ്റി, റെസിസ്റ്റൻസ്, എന്തൊക്കെ പറ? സെൽ കോൺസ്റ്റന്റ്, കണ്ടക്ടിവിറ്റി, റെസിസ്റ്റൻസ്, ഇവരെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ കണ്ടക്ടിവിറ്റി കെ ഈസ് ഈക്വൽ ടു ആരൊക്കെ റിലേറ്റ് ചെയ്യണം? സെൽ കോൺസ്റ്റന്റിനെ റിലേറ്റ് ചെയ്യണം, കണ്ടക്ടിവിറ്റിയെ റിലേറ്റ് ചെയ്യണം, റെസിസ്റ്റൻസിനെയും റിലേറ്റ് ചെയ്യണം. അപ്പോൾ സെൽ കോൺസ്റ്റന്റും കണ്ടക്ടിവിറ്റിയും റെസിസ്റ്റൻസും റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ കെ ഈസ് ഈക്വൽ ടു സെൽ കോൺസ്റ്റന്റ് ഇൻറ്റു 1 റെസിസ്റ്റൻസ് ആണ്. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ്. അപ്പോൾ ഇവിടെ മക്കൾ ശ്രദ്ധിക്കുക, ഇവിടെ ഡിവൈഡ് ചെയ്ത ആർ ഇവിടെ വന്നാൽ മൾട്ടിപ്ലൈ ചെയ്യും. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സെൽ കോൺസ്റ്റന്റ് ആണെന്നുള്ള ഓർമ്മ വേണം. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇയാളെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇയാളെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡിവൈഡ് ചെയ്ത ആർ ഇവിടെ വന്നാൽ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ മക്കൾ പറ, സെൽ കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ആർ ആണ്. സെൽ കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ആർ ആണ്. സെൽ കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ പറ കെ ഇൻറ്റു ആർ. കെ എത്ര നോക്കുക? കെ ഈസ് ഈക്വൽ അവർ തന്നിട്ടുണ്ട്. കെ ഈസ് ഈക്വൽ ടു 1.46 ഇൻറ്റു 10 raised to minus 4 ആണ്. ആർ എത്രയാണെന്ന് വെച്ചാൽ 1500 ആണ്. 1500. ക്ലിയർ അല്ലേ? അപ്പോൾ ലിസൺ, അപ്പോൾ ആൻസർ about 2190 ഇൻറ്റു 10 raised to minus 4 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ് എന്ത് വരിക? സെൽ കോൺസ്റ്റന്റ് വരിക. അപ്പോൾ ക്ലിയർ അല്ലേ? അപ്പോൾ ഒന്നുകൂടി പറയാം, കെ ഈസ് ഈക്വൽ ടു സെൽ കോൺസ്റ്റന്റ് 1/r. നമുക്ക് എന്താ കാണുന്നത്? സെൽ കോൺസ്റ്റന്റ് കാണണം. എന്താ ചെയ്യുക? ഇവിടെ ഡിവൈഡ്, മകൾ ശ്രദ്ധിക്കുക, ഇവിടെ ഡിവൈഡ് ചെയ്ത ആർ ഇവിടെ വന്നാൽ മൾട്ടിപ്ലൈ ചെയ്യും. സോ സെൽ കോൺസ്റ്റന്റ് കാണണമെങ്കിൽ കെ ഇൻറ്റു ആർ ചെയ്താൽ മതിടാ. കെ ഇൻറ്റു ആർ. കെ തന്നിട്ടുണ്ട്, കണ്ടക്ടിവിറ്റി. കെ എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്. എത്ര കണ്ടക്ടിവിറ്റി? 1.46 ഇൻറ്റു 10 raised to minus 4. ഇവിടെ ആർ തന്നിട്ടുണ്ട് 1500. ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2190 ഇൻറ്റു 10 raised to minus 4 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ക്ലിയർ അല്ലേ? അങ്ങനെ മൂന്നാമത്തെ പ്രോബ്ലം നമ്മൾ കഴിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് in a Daniell cell at 298 Kelvin. Calculate the value of equilibrium constant Kc. Equilibrium constant Kc calculate ചെയ്യാനുള്ള ഇക്വേഷൻ മക്കൾ നോക്കുക. log Kc is equal to NE0 cell. വളരെ ഷോർട്ട് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. NE0 cell ഡിവൈഡഡ് ബൈ 0.059 എന്നുള്ള ഇക്വേഷൻ ആണ്.
അപ്പൊ നിങ്ങൾ ചോദിക്കും സാർ ഇതിൽ എൻ എവിടെ, ഇവിടെ E0 സെൽ എവിടെ? ഡാനിയൽ സെൽ നിങ്ങൾക്കറിയാം, ഇതാണ് ഡാനിയൽ സെൽ റിയാക്ഷൻ. Zn പ്ലസ് Cu2 പ്ലസ് ഗീവ്സ് Zn2 പ്ലസ് പ്ലസ് Cu. ഇതാണ് ഡാനിയൽ സെൽ റിയാക്ഷൻ. ഇതൊരു കോമൺ റിയാക്ഷൻ ആണ്. ഇലക്ട്രോ കെമിസ്ട്രി പഠിക്കുന്ന കുട്ടിക്ക് ഡാനിയൽ സെല്ലിന്റെ റിയാക്ഷൻ അറിഞ്ഞിരിക്കണം, അത് നിർബന്ധമാണ്. ഇലക്ട്രോ കെമിസ്ട്രി പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഡാനിയൽ സെല്ലിന്റെ ബേസിക് റിയാക്ഷൻ അറിഞ്ഞിരിക്കണം, അത് ഗിവൺ ഡാറ്റ ആയിരിക്കില്ല. അപ്പൊ Zn പ്ലസ് Cu2 പ്ലസ് ഗീവ്സ് Zn2 പ്ലസ് പ്ലസ് Cu. ഇത് ഡാനിയൽ സെൽ റിയാക്ഷൻ ആണ്. ഇതിന്റെ E0 സെൽ, ഇതിന്റെ E0 സെൽ വരുന്നത് 1.1 വോൾട്ട് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യാ? ലോഗ് കെ സി ഈസ് ഈക്വൽ ടു n എത്ര 2, E0 സെൽ എത്ര 1.1 ഡിവൈഡഡ് ബൈ 0.059. സോ ലോഗ് കെ സി ഈസ് ഈക്വൽ ടു 37 ആണ്. 37. അപ്പൊ കെ സി എത്ര? കെ സി ഈസ് ഈക്വൽ ടു ആന്റി ലോഗ് ഓഫ് 37. ആന്റി ലോഗ് ഓഫ് 37 ആണ്. ക്ലിയർ അല്ലേ? അങ്ങനെ ആ പ്രോബ്ലം കഴിഞ്ഞു. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബ്ലം കഴിഞ്ഞു. ക്ലിയർ അല്ലേ? വളരെ ഈസി അല്ലേ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാൽക്കുലേഷൻ? നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോകാം. ഫാരഡേസ് ലോസുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം ആണ്. എ സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് ഈസ് ഇലക്ട്രോലൈസ് ഫോർ 20 മിനിറ്റ്സ്. കോപ്പർ സൾഫേറ്റിലൂടെ 20 മിനിറ്റ് 1.5 ആംപിയർ കറണ്ട് പാസ് ചെയ്യുന്നു. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലൂടെ 1.5 ആംപിയർ കറണ്ട് 20 മിനിറ്റിൽ പാസ് ചെയ്യാണ്. എത്ര കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യുമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലൂടെ 1.5 ആംപിയർ കറണ്ട് 20 മിനിറ്റിൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യുമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കോപ്പർ ഡെപ്പോസിറ്റ് ഇക്വേഷൻ M ഈസ് ഈക്വൽ ടു ZIT എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കുക. M ഈസ് ഈക്വൽ സെഡിന് പകരം ഈക്വലന്റ് വെയിറ്റ് ഡിവൈഡഡ് ബൈ 96,500 ഇൻറ്റു I ഇൻറ്റു T കൊടുത്താൽ മതി. ഈക്വലന്റ് വെയിറ്റ് എങ്ങനെ കാണുന്നല്ലേ? ഈക്വലന്റ് വെയിറ്റ് കാണാൻ ഗ്രാം അറ്റോമിക് മാസ് ബൈ വാലൻസി ചെയ്താൽ മതി. ഗ്രാം അറ്റോമിക് മാസ് അവർ തന്നിട്ടുണ്ട് എത്രയാ? 63 ആണ്. ഗ്രാം അറ്റോമിക് മാസ് 63 ആണ്. വാലൻസി എത്ര? കോപ്പർ സൾഫേറ്റിന്റെ വാലൻസി കോപ്പർ 2 പ്ലസും SO4 2 മൈനസ് ആണ്. സോ വാലൻസി 2 ആണ്. വാലൻസി എത്ര? 2 അല്ലേ? കോപ്പർ സൾഫേറ്റ് എങ്ങനെ അനലൈസ് ചെയ്യുക? കോപ്പർ 2 പ്ലസും SO4 2 മൈനസും. സോ വാലൻസി 2 ആണ്. സോ 31.5 കിട്ടി. 31.5 അതാണ് ഈക്വലന്റ് വെയിറ്റ്. ക്ലിയർ ആണ്? ഇനി ഞാൻ ചെയ്യാൻ പോവാണ്. M ഈസ് ഈക്വൽ ടു ഈക്വലന്റ് വെയിറ്റ് 31.5 ഡിവൈഡഡ് ബൈ 96,500 ഇൻറ്റു I എത്ര ആംപിയറാ? 1.5 ആംപിയർ കറണ്ട് ആണ്. 1.5 ആംപിയർ കറണ്ട് എത്ര മിനിറ്റ് ആണ്? 20 മിനിറ്റ്സ്. 20 ഇൻറ്റു 60 സെക്കൻഡ് ആണ് വരിക. That is M is equal to 0.5875 ഗ്രാം ആണ് ആൻസർ. 0.5875 ഗ്രാം ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുക? എല്ലാ ടൈപ്പ് ഇലക്ട്രോ കെമിസ്ട്രിയിലെ എല്ലാ ടൈപ്പ് പ്രോബ്ലവും വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്ത് തീർത്തിട്ടുണ്ട്. നന്നായിട്ട് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഇതുപോലത്തെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മക്കൾ കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോൻ്റെതായ മക്കൾ എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, മറന്നു പോകരുത്. അതുപോലെ നമ്മളെ +2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.